എന്താ കാര്യം? ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. നന്ദി പറഞ്ഞാ തീരില്ല. നിനക്ക് മാപ്പില്ല കുറുപ്പേ. അടുത്ത നടപടി എന്താണെന്നുള്ളത് അതനുസരിച്ച്. നിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു, ഇപ്പൊ അതുപോലെ ഒന്ന് ചിരിക്കാമോ? കഴിയുമെങ്കിൽ ചിരിയടാ. ആസൂത്രിതമായി നടപ്പാക്കിയ വിശ്വാസവഞ്ചന കാണിച്ച വ്യക്തി എന്നൊക്കെയുള്ള പരാമർശങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഗ്രീഷ്മ ഈ വിധി പ്രസ്താവവും കേട്ട് പുറത്തേക്ക് വരുന്നത്. ഒരു ഭാവ വ്യത്യാസവുമില്ല. നിങ്ങൾ മനുഷ്യനോ മൃഗം? നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. ഇങ്ങനെയൊരു ജന്മം. വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ ഗ്രീഷ്മ. നിനക്ക് കിട്ടിയ കൂലിയത് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വല്ല വകുപ്പും കണ്ടുപിടിക്കണോ വക്കീലേ? ഒരു പോയിന്റ് ഉണ്ട്. താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. സാർ എന്നെ രക്ഷിക്കണം. അവൾക്ക് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. 24 വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ. മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ പറയുന്നുണ്ട്. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചാ മതി. പ്രായമോ ഉന്നത വിദ്യാഭ്യാസമോ ഏതെങ്കിലും ഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു നല്ല വ്യക്തിയായി ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് കരുതുക വയ്യ. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. അവരെന്തിനും മടിക്കാത്ത വർഗമാണ്. എനിക്കിനി രണ്ടിലൊന്നും ആലോചിക്കാനില്ല. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. ആർക്കും ഒരു പരാതി ഉണ്ടാകരുത്. നന്ദിയുണ്ട്. എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേത് അധിക ശിക്ഷ എന്നാണ് തന്റെ അഭിപ്രായം. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നുന്നുണ്ടല്ലോ. നിനക്ക് വരെ തോന്നിയില്ലേ? എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയൂ? വേണ്ട വേണ്ട, അതത്ര നിസ്സാരമായി കാണുമൊന്നും വേണ്ട. വിളഞ്ഞ വിത്ത. 38 വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം. ഇതായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി. നിറം വെളുപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാ. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടെ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണേ. ഈ കുട്ടിക്ക് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കണമെന്നുള്ളതാണ് എന്റെ ഇനി ഒരു കണ്ണാടിയെടുത്ത് മുഖത്തോട് ദാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം, പാഴായിപ്പോയ ജന്മമെന്ന്.